ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അത് ചുമ്മാ ഉള്ള പ്രോബ്ലംസ് അല്ല, അതൊരു ലക്ഷ്യമുണ്ട്. അതായത് കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിയുമ്പം കോഷ്യൻ സ്പേസ് എന്ന് പറഞ്ഞൊരു ഡെഫിനേഷനിലേക്ക് നമ്മളെത്തും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കോഷ്യൻ സ്പേസ് എങ്ങനെ നാച്ചുറലി പറയാമെന്നുള്ളത് ഞാൻ ഗാമ മാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഞാൻ കോഷ്യൻ സ്പേസ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ലേഖനത്തിൽ എഴുതിയ കാര്യങ്ങളൊന്നും ഞാൻ കമൻറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചേർക്കാം. ഇനിവേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ കൊണ്ട് കോഷ്യൻ സ്പേസ് പറഞ്ഞങ്ങ് പോകും. ഓക്കെ, ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പ്രോബ്ലം അല്ല, ഒരു ഡെഫിനിഷനാണ്. നിങ്ങൾ ആദ്യം ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കൂ കേട്ടോ, ഞാൻ പറയാം. അതായത് ഒരു വെക്ടർ സ്പേസ് വിൻ്റെ ഒരു സബ് സ്പേസ് ആണ് ഡബ്ല്യു വിചാരിക്കുക. ലെറ്റ് ഡബ്ല്യു ബി എ സബ് സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് വി. എന്നിട്ട് ഈ ഡബ്ല്യുവിൻ്റെ കോസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ ഡിഫൈൻ ചെയ്ത് നിങ്ങൾ ആദ്യം വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഡബ്ല്യുവിൻ്റെ ഒരു കോസെറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെക്ടർ സ്പേസിൻ്റെ അകത്ത് നിന്ന് ഒരു വെക്ടർ വി എടുക്കുക, എ വെക്ടർ വി. എന്നിട്ട് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ സബ്സ്പേസിലുള്ള വെക്ടേഴ്സിനോടെല്ലാം ഈ വി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് സെറ്റ് ഓഫ് ഓൾ വി പ്ലസ് ഡബ്ല്യു സച്ച് ദാറ്റ് ഡബ്ല്യു ബിലോങ്സ് ടു ക്യാപിറ്റൽ ഡബ്ല്യു. ഈ ഡബ്ല്യുവിലുള്ള വെക്ടേഴ്സിനോടൊക്കെ ഈ വി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ സെറ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഈ സെറ്റിനാണ് ഡബ്ല്യുവിൻ്റെ കോസെറ്റ് എന്ന് പറയാം. ഇതിനെ ഡിനോട്ട് ചെയ്യുക വി പ്ലസ് ഡബ്ല്യു എന്നാണ്. ഇപ്പോൾ ഡബ്ല്യുവിൻ്റെ കോസെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ. ഇനി വേറെ കാര്യം മനസ്സിലാക്കുക, ഈ സെറ്റിൽ ഈ കോസെറ്റിൽ വി ഒരു എലമെൻ്റ് ആയിരിക്കും. കാരണം എന്താ, ഡബ്ല്യു സബ് സ്പേസ് അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് സീറോ വെക്ടർ ഉണ്ടാവില്ലേ. അപ്പോൾ വി പ്ലസ് സീറോ എന്ന് പറഞ്ഞിട്ട് വി ഇവിടെ വരും. അപ്പം ദിസ് കോസെറ്റ്, ദിസ് വി പ്ലസ് ഡബ്ല്യു ഈസ് എ കോസെറ്റ് ഓഫ് ഡബ്ല്യു കണ്ടെയ്നിങ് വി. ഒക്കെ ശരിക്കും മനസ്സിലാക്കണം. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ തരാം, അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി വന്നോളൂ. എക്സാമ്പിൾ മുഴുവനായില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതായത് ഇവിടെ നമ്മുടെ വെക്ടർ സ്പേസ് ആയിട്ട് R2 എടുത്തു. എന്നിട്ട് അതിൻ്റെ സബ്സ്പേസ് ഡബ്ല്യു എടുത്തത് എക്സ് ആക്സിസ് ആണ്. R2 എക്സ് ആക്സിസ് അതിൻ്റെ സബ്സ്പേസ് ആണല്ലോ. എന്നിട്ട് നമുക്ക് ഈ ഡബ്ല്യുവിൻ്റെ 2-3 കോസെറ്റുകൾ കാണാം ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആ കോസെറ്റ് എന്താണ് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് 1-2 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിൻ്റെ കോസെറ്റാണ്. അതിൻ്റെ ചിത്രം നമ്മൾ വരയ്ക്കാൻ പോവുക. അപ്പോൾ 1-2 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെ വരും? അപ്പോൾ ഏകദേശം 1-2 ഇതാണ് വിചാരിക്കുക, 1-2. ഓക്കെ, ഇനി 1-2 പ്ലസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡബ്ല്യുവിലെ വെക്ടേഴ്സിനോടൊക്കെ ഈ 1-2 എന്ന് പറഞ്ഞ വെക്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ആഡ് ചെയ്തോളൂ, ഞാൻ വിശദീകരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക, അതായത് ഈ ഡബ്ല്യുവിലെ വെക്ടേഴ്സിനോടൊക്കെ 1-2 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഈ ലൈനിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡബ്ല്യുവിലുള്ള ഈ എക്സ് ആക്സിലുള്ള വെക്ടേഴ്സിനോടൊക്കെ 1-2 ആഡ് ചെയ്താൽ കിട്ടുക നിങ്ങൾക്ക് ഇതാ ഈ ലൈനില്ലേ, അതായത് 1-2 പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഈ ലൈനില്ലേ, ഈ ലൈനിലുള്ള പോയിൻറ്റ്സ് ആണ് ഈ സെറ്റിൽ വരിക. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സോ ദിസ് ലൈൻ അല്ലെങ്കിൽ ദ പോയിൻറ്റ്സ് ഇൻ ദിസ് ലൈൻ ഈസ് എ കോസെറ്റ് ഓഫ് ഡബ്ല്യു കണ്ടെയ്നിങ് 1-2. ശരിക്കും പോസിറ്റീവ് ആലോചിക്കാം. ഇനി മറ്റൊരു കോസെറ്റ് കൂടി നമ്മൾ വരയ്ക്കാം. ഒരു 1-1 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതേപോലെ 1-1 തന്നെ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ 1-1 ഇവിടെ വരും അല്ലേ. അപ്പോൾ 1-1 പ്ലസ് ഡബ്ല്യു എന്ന് പറയുമ്പം ഡബ്ല്യുവിലുള്ള ഈ എക്സ് ആക്സിലുള്ള വെക്ടേഴ്സിനോടൊക്കെ 1-1 എന്ന് പറഞ്ഞ പോയിൻ്റ് ആഡ് ചെയ്യണം അല്ലേ, വെക്ടർ ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്താൽ കിട്ടുന്ന സെറ്റ് ഏതായിരിക്കും അറിയോ? അതായത് ഈ 1-1 എന്ന് പറഞ്ഞ പോയിൻറ്റിലൂടെ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഈ ലൈൻ എടുക്കുക. ഈ ലൈനിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും ഈ 1-1 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസെറ്റിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ദിസ് ഈസ് ആക്ച്വലി 1-2 പ്ലസ് ഡബ്ല്യു, 1-1 പ്ലസ് ഡബ്ല്യു. ഇതൊക്കെ പോസ് ചെയ്ത് ആവശ്യത്തിന് സമയം എടുത്തിട്ട് മനസ്സിലാക്കട്ടോ. അപ്പം ഈ ഡബ്ല്യുവിൻ്റെ 2 കോസെറ്റ് ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെ ആക്ച്വലി ഈ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഏതൊരു ലൈനും ഈ ഡബ്ല്യുവിൻ്റെ കോസെറ്റാന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ചുമ്മാ ഇവിടുത്തെ ഒരു പോയിൻ്റ് എ ബി എടുക്കുക. പിന്നെ എ ബി പ്ലസ് ഡബ്ല്യു ഇതാണ് വിചാരിക്കുക, എ ബി ചുമ്മാ ഒരു പോയിൻ്റ് എടുത്തു. ഇനി എ ബി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസെറ്റ് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഡബ്ല്യുവിലുള്ള പോയിൻറ്റ്സിനോടൊക്കെ എ ബി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ എ ബിയിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഈ ലൈനിലുള്ള പോയിൻറ്റ്സാണ് കിട്ടുക. അപ്പം ദിസ് ലൈൻ കറസ്പോണ്ട്സ് ടു ദിസ് കോസെറ്റ് അല്ലേ, എ ബി പ്ലസ് ഡബ്ല്യു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ പ്ലേയിലുള്ള ഏതൊരു പോയിൻറ്റിലൂടെയും പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് ഡബ്ല്യുവിൻ്റെ ഒരു കോസെറ്റ് ആയിരിക്കും മനസ്സിലാവും. ഒക്കെ പോസ് ചെയ്തിട്ട് ആവശ്യത്തിന് സമയം എടുത്തിട്ട് മനസ്സിലാക്കാം. ഇനി ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അതായത് ഞാൻ ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതായത് 2-2 പ്ലസ് ഡബ്ല്യു അത് നിങ്ങൾ കണ്ടു നോക്കൂ.
അപ്പോൾ 2 2 എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യണ്ടേ. 1 2 2 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ. സോ ഇതാണ് 2 2. അപ്പോൾ എന്ത് ചെയ്യണം, 2 2 പ്ലസ് ഡബ്ല്യു കിട്ടണമെങ്കിൽ ഈ ഡബ്ല്യൂവിലെ എക്സാക്സിലെ പോയിൻറ്റ്സിനോടൊക്കെ 2 2 എന്ന് പറഞ്ഞ വെക്ടർ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ഏതായിരിക്കും എന്നറിയോ, ദ സെയിം നേരത്തെ നമ്മൾ 1 2 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ വരച്ച ഈ ലൈനില്ലേ, ഇതേ ലൈനിലുള്ള പോയിൻറ്റ്സ് തന്നെയാണ് നമുക്ക് ഈ 2 2 പ്ലസ് ഡബ്ല്യു കാണുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ 1 2 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസറ്റും 2 2 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസറ്റും സെയിം ആണ്, മനസ്സിലായി? ക്ലിയർ അല്ലേ? ദിസ് ഇസ് ആക്ച്വലി സെയിം. ദിസ് ഇസ് ഈക്വൽ ടു 2 2 പ്ലസ് ഡബ്ല്യു. അപ്പം ഒരേ കോസെറ്റ്, ഇത് രണ്ടും ഒരേ സെറ്റ് തന്നെയാണ് അല്ലേ. 1 2 പ്ലസ് ഡബ്ല്യു കണ്ടപ്പോൾ കിട്ടിയ സെറ്റും ഇത് തന്നെയാണ്, 2 2 പ്ലസ് ഡബ്ല്യു കണ്ടപ്പോൾ കിട്ടിയപ്പോൾ സെറ്റും ഇത് തന്നെയാണ്. അപ്പം ഒരേ കോസെറ്റിന് പല എക്സ്പ്രഷൻസ് വരാം അല്ലേ. ഇത് രണ്ടും ഒരേ കോസെറ്റ് തന്നെയാണ് അല്ലേ, ഒരേ സെറ്റ് തന്നെയാണ്. നമ്മൾ കോസെറ്റ് എന്ന് വിളിച്ചത് എന്താണ്, ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന സെറ്റിനെയാണ് കോസെറ്റ് എന്ന് വിളിച്ചത്. സോ ദ കോസെറ്റ് ഈസ് ദ പോയിൻറ്റ്സ് ഇൻ ദിസ് ലൈൻ. ആ ലൈനെ 1 2 പ്ലസ് ഡബ്ല്യു എന്ന് നമുക്ക് വിളിക്കാം, കാരണം 1 2 പ്ലസ് ഡബ്ല്യു കാണുമ്പോൾ നമുക്ക് ആ ലൈനാണ് കിട്ടിയത്. ആ ലൈനെ 2 2 പ്ലസ് ഡബ്ല്യു എന്ന് വിളിക്കാം. അങ്ങനെ മാത്രമല്ല, വേറെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെയിംസ് ആർ ദർ. ഇനി ഈ ലൈനിൻ്റെ മുകളിലുള്ള വേറൊരു പോയിന്റ് എടുക്കുക. ഇപ്പോൾ 1 2 3, അപ്പോൾ 3 2 3 2 പ്ലസ് ഡബ്ല്യു കണ്ടാലും നിങ്ങൾക്ക് ഇതേ കോസെറ്റാണ് കിട്ടുക. സോ ദിസ് ഈക്വൽ ടു 3 2 പ്ലസ് ഡബ്ല്യു എന്നും പറയാം. ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു, ഒരു കോസെറ്റിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പല പല പേരുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ക്ലിയർ ആക്കണം. ഒക്കെ പോസ് ചെയ്ത ആവശ്യത്തിന് സമയം എടുത്തിട്ട് നിങ്ങൾ കാണട്ടോ. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്താം. 0 0 പ്ലസ് ഡബ്ല്യു, അതായത് 0 0 തന്നെ പോയിന്റ് ഇവിടെ വരൂലേ. ഇത് എക്സ് ആക്സിസിലുള്ള വെക്ടേഴ്സിനോട് ആഡ് ചെയ്താൽ എന്താ കിട്ടുക, യു വിൽ ഗെറ്റ് ഡബ്ല്യു ഇറ്റ് സെൽഫ്. എക്സ് ആക്സിസ് തന്നെ കിട്ടും. അപ്പം ഈ ഡബ്ല്യു, ഈ സബ്സ്പേസ് തന്നെ അപ്പം എന്താണ്, ഒരു കോസെറ്റാണ് അല്ലേ. എല്ലാ വെക്ടർ സ്പേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വെക്ടർ സ്പേസിൻ്റെ അത് 0 വെക്ടർ എടുക്കുക, വി ആയിട്ട് 0 പ്ലസ് ഡബ്ല്യു, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഡബ്ല്യു ഇറ്റ് സെൽഫ്. സോ ആ തന്നെ സബ്സ്പേസ് തന്നെ എന്താണ്, അതിൻ്റെ ഒരു കോസെറ്റാണ്. കോസെറ്റ് കണ്ടെയ്നിങ് 0 വെക്ടർ. ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ നമുക്ക് വേറെ പ്രോബ്ലം ആയിട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ആവശ്യത്തിന് സമയം കൊടുക്കണം ഇവിടെ, എന്നിട്ട് ക്ലിയർ ആക്കിയിട്ട് എന്നെ ബാക്കിയിലേ കാണാവുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കൂ. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ കോസെറ്റ് വി പ്ലസ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കോസെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഈ വെക്ടർ വി ഇല്ലേ, ആ വി കംസ് ഫ്രം ദ സബ്സ്പേസ് ഡബ്ല്യു ഇറ്റ് സെൽഫ്. അത് ഈ ഡബ്ല്യു എന്നുള്ള വെക്ടർ ഉപയോഗിച്ചിട്ട് കോസെറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് പിന്നെ ഈ കിട്ടുന്ന കോസെറ്റ് ഒരു സബ്സ്പേസ് ആവുള്ളൂ. എല്ലാ കോസെറ്റും സബ്സ്പേസ് ആയിക്കോളൊന്നുമില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. കഴിഞ്ഞ എക്സാമ്പിളിൽ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള എല്ലാ ലൈനും എന്താണ്, ഒരു കോസെറ്റാണ്. പക്ഷേ അതിൽ ഏത് ലൈൻ മാത്രമാണ് സബ്സ്പേസ് ആവുക, ആ എക്സ് ആക്സിസ് മാത്രമേ, ഡബ്ല്യു മാത്രമേ സബ്സ്പേസ് ആവുള്ളൂ. ബാക്കിയുള്ള ലൈനൊന്നും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കോസെറ്റും അതിൻ്റെ ഒരു നമ്മുടെ വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു സബ്സ്പേസ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് വി കംസ് ഫ്രം ഡബ്ല്യു ഇറ്റ് സെൽഫ്. അതാണ് ഇത്. തൊട്ടുമ്പത്തെ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കിയോളൂ, നന്നായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പ്രൂഫ് നേരെ എഴുതുകയാണ്. പ്രൂഫ് ആദ്യം നമുക്ക് ഈ വി പ്ലസ് ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണെങ്കിൽ വി കംസ് ഫ്രം ഡബ്ല്യു എന്ന് പ്രൂവ് ചെയ്യാം. നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്തോ കൂട്ടോ, പോസ് ചെയ്തിട്ട്. അപ്പോൾ സപ്പോസ് വി പ്ലസ് ഡബ്ല്യു ഇസ് എ സബ്സ്പേസ്, ഞാൻ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയെങ്കിൽ ദിസ് വി ഈസ് ഫ്രം ഡബ്ല്യു എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നൈസ്. ഇനി വി പ്ലസ് ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് 0 വെക്ടർ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനി വി പ്ലസ് ഡബ്ല്യു തന്നെ ഈ സെറ്റല്ലേ, എങ്ങനെ കിട്ടുക, ഡബ്ല്യുവിലെ വെക്ടേഴ്സിനോടൊക്കെ ഈ വി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന സെറ്റാണ് വി പ്ലസ് ഡബ്ല്യു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 0 വെക്ടർ ഉണ്ടെങ്കിൽ ഈ ഡബ്ല്യുവിലെ ഏതോ ഒരു വെക്ടറിനോട് വി ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഓക്കെ, സോ അത് നമ്മൾ ചെയ്തിട്ട് ദിസ് ഇംപ്ലൈസ് there exists W naught, അങ്ങനെ തന്നെ there is W naught belongs to capital W such that V plus W naught equal to 0. അല്ലേ, ഇതിനകത്ത് 0 വരണമെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഡബ്ല്യുവിനോട് ഈ വി കൂട്ടുമ്പോൾ 0 കിട്ടണം, എന്നാലേ ഇതിനകത്ത് 0 വരുള്ളൂ അല്ലേ. സബ്സ്പേസ് ആയതുകൊണ്ട് 0 ഉണ്ട് കാരണം. സോ there is such a W naught in W. Okay, now this implies V equal to minus W naught. ക്ലിയർ അല്ലേ? ഇനി ഡബ്ല്യു നോട്ട് എവിടുത്തെ വെക്ടറാണ്, ഈ ഡബ്ല്യൂത്തെ വെക്ടറാണ്. അപ്പം ഡബ്ല്യു സബ്സ്പേസ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് ഡബ്ല്യു നോട്ടും എവിടെ ഉണ്ടാവും, ഡബ്ല്യുവിലുണ്ടാവും. മൈനസ് ഡബ്ല്യു നോട്ട് ഡബ്ല്യു ഉണ്ടെങ്കിൽ വി എവിടെ ഉണ്ടാവും, ഡബ്ല്യുവിലുണ്ടാവും. സോ ദിസ് ഇംപ്ലൈസ് വി ബിലോങ്സ് ടു ഡബ്ല്യു. നമുക്കതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് സം സബ്സ്പേസ് ആണെങ്കിൽ ദിസ് വി ഈസ് ഫ്രം ഡബ്ല്യു. ഞാൻ പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ് പ്രൂവ് ചെയ്യാം.
അതായത് വി ഡബ്ല്യു എന്ന് വരികയാണെങ്കിൽ വി പ്ലസ് ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് പാർട്ട് നിങ്ങൾ ചെയ്തോളൂ. അതായത് ഞാൻ ഹിൻഡ് തരാം. അതായത് വി ബിലോങ്സ് ടു ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ കോസറ്റ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞത് ഡബ്ല്യു തന്നെ ആയിരിക്കും. സോ ഡബ്ല്യു എന്താണ്? സബ്സ്പേസ് ആണ്. അപ്പം വി പ്ലസ് ഡബ്ല്യു എന്തായിക്കോളും? സബ്സ്പേസ് ആയിക്കോളും. അപ്പം നിങ്ങൾ സ്വന്തം കംപ്ലീറ്റ് ചെയ്തോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ റിസൾട്ടൊക്കെ നിങ്ങളെ മെമ്മറിയിൽ ഉണ്ടാവണം. നിങ്ങളെ നോട്ടിൽ വേണം. ഞാൻ ഇതൊക്കെ അങ്ങ് മാറ്റിയാണ്, ബോർഡിൽ സ്ഥലമില്ലാത്ത എങ്ങോട്ട്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ, ഓർമ്മയിലും ഉണ്ടായിരിക്കണം. പോസ്റ്റ് എഴുതിയ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. എന്താ പറയണത്? ഇത് പറയണത് നമ്മുടെ സബ്സ്പേസ് ആയ ഡബ്ല്യുക്ക് കോസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വെക്ടേഴ്സ് എടുത്തു, V1 V2. എന്നിട്ട് ആ എടുത്ത വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് സബ്സ്പേസിൽ തന്നെ ഉണ്ടെങ്കിൽ, ഡബ്ല്യു തന്നെ ഉണ്ടെങ്കിൽ, അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസറ്റുകൾ സെയിം ആയിരിക്കും. അതായത് V1 V2 തന്നെ 2 വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഡബ്ല്യുക്ക് കോസറ്റ് ഉണ്ടാക്കുന്നത്. ആ V1ൻ്റെയും V2ൻ്റെയും ഡിഫറൻസ് നോക്കുമ്പം ഡബ്ല്യുവിൽ വന്നെങ്കിൽ V1 ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസറ്റും V2 ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസറ്റും ഈക്വൽ ആയിരിക്കും. ഇത് ഇഫ് ആൻഡ് ഓൺലി ഫാട്ടോ. കോസറ്റുകൾ ഈക്വൽ ആണെങ്കിൽ തിരിച്ച് നമുക്ക് പറയാൻ പറ്റും അവ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യുവിൽ ഉണ്ടാവുന്നത് കേട്ടോ. സോ ഇത് വായിച്ച് മനസ്സിലാക്കുക, നമുക്ക് പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് കോസറ്റുകൾ ഈക്വൽ ആണെങ്കിൽ വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യു ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. സോ V1 പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു V2 പ്ലസ് ഡബ്ല്യു എടുത്തു. ഇനി ഞാൻ എന്താ കാണിക്കേണ്ടത്? V1 മൈനസ് V2 അങ്ങനെയെങ്കിൽ ഡബ്ല്യു ഉണ്ടാവും കാണിക്കണം. ഓക്കെ, നൈസ്. ഇത് സിമ്പിളാണ്. നിങ്ങൾ പോസ് ചെയ്ത് ട്രൈ നോക്കുക കേട്ടോ. ഇവിടെ ഈ കോസറ്റിൽ V1 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ കോസറ്റിൽ V1 ഒരു എലമെൻ്റ് ആണല്ലോ. നൈസ്. ഈ 2 സെറ്റും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള V1 ഇവിടെ ഉണ്ടാവും. സോ V1 ഈസ് എൻ എലമെൻറ്റ് ഓഫ് V2 പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞു ഇവിടെ. അത് ഞാൻ ഇവിടെ എഴുതട്ടെ. ഇംപ്ലൈസ് V1 ബിലോങ്സ് ടു V2 പ്ലസ് ഡബ്ല്യു. പറഞ്ഞ ആർഗ്യുമെൻ്റ് ഒക്കെ ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ച് കണ്ടോളൂ. ഓക്കെ, സോ V1 ഈസ് എൻ എലമെൻറ്റ് ഇൻ ദിസ് കോസറ്റ്. നൈസ്. ഇനി V1 ഇതിൻ്റെ അകത്തുണ്ടാവണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വെക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡബ്ല്യുവിലെ വെക്ടേഴ്സിനോട് V2 ആഡ് ചെയ്ത് കിട്ടുന്ന വെക്ടേഴ്സാണ് ഈ സെറ്റിൽ വരിക. സോ V1 ഇതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഡബ്ല്യുവിലെ ഏതെങ്കിലും ഒരു വെക്ടറിനോട് V2 ആഡ് ചെയ്യുമ്പോൾ V1 കിട്ടുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. സോ ദിസ് ഇംപ്ലൈസ് there exists W naught belongs to W such that V1 equal to V2 plus W naught. അല്ലേ? ഇനി ഇവിടെ നമുക്ക് എന്താ V1 മൈനസ് V2 W ഉണ്ടെന്നല്ലേ കാണിക്കേണ്ടത്. ഇനി ഇവിടുന്ന് V1 മൈനസ് V2 എടുത്ത് നോക്കൂ. വിച്ച് ഇംപ്ലൈസ് V1 മൈനസ് V2 ഈക്വൽ ടു എന്താണ്? W നോട്ട് ആണ്. W നോട്ട് എവിടുത്തെ എലമെൻ്റാണ്? ഡബ്ല്യൂയുടെ എലമെൻ്റാണ്. സോ V1 മൈനസ് V2 ബിലോങ്സ് ടു W എന്ന് പറഞ്ഞിവിടെ. അപ്പം കോസറ്റുകൾ സെയിം ആണെങ്കിൽ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് നമ്മുടെ സബ്സ്പേസ് ഡബ്ല്യൂയിൽ വരുന്നതെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യാം. അതായത് ഇവിടെ മുമ്പോട്ട് അല്ലേ. ഈ കോൺവേഴ്സിൽ നമ്മളെന്താ പ്രൂവ് ചെയ്യേണ്ടത്? V1 മൈനസ് V2 ഡബ്ല്യൂവിലുണ്ടെങ്കിൽ V1 ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസറ്റും V2 ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസറ്റും ഈക്വലാണെന്ന് കാണിക്കണം. ഇതിപ്പോൾ 2 സെറ്റല്ലേ, 2 സെറ്റ് ഈക്വലാന്ന് കാണിക്കാൻ ചെയ്താൽ മതി. ഇവിടെയുള്ള എല്ലാ എലമെൻസും ഇവിടെ ഉണ്ടെന്നും അവിടെയുള്ള എല്ലാ എലമെൻസും ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ പോരെ. സോ നമുക്ക് ആദ്യം ഇവിടുത്തെ ഒരു എലമെൻറ്റ് ഇവിടെ ഉണ്ടെന്ന് കാണിക്കാം. ലെറ്റ് U ബിലോങ്സ് ടു V1 പ്ലസ് ഡബ്ല്യു. ഈ കോസറ്റിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു. ഇനി ആ എലമെൻറ്റ് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, നൈസ്. ഇനി U ഈ കോസറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഡബ്ല്യുവിലെ ഏതോ ഒരു വെക്ടറിനോട് V1 ആഡ് ചെയ്യുമ്പം U കിട്ടുന്നുണ്ടെന്നല്ലേ അർത്ഥം. എന്നാലല്ലേ U ഈ കോസറ്റിൽ വരുള്ളൂ. സോ എനിക്കറിയാം. ഇംപ്ലൈസ് there exist W belongs to capital W such that U equal to V1 plus W. അല്ലേ? ഈ ഡബ്ല്യുവിൻ്റെ അകത്തുള്ള ഏതോ ഒരു വെക്ടർ ഡബ്ല്യുവിനോട് ഈ V1 ആഡ് ചെയ്യുമ്പം U കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് U ഈ കോസറ്റിൽ വന്നത്. ക്ലിയർ ആണല്ലോ? നൈസ്. ഇനി എനിക്ക് എന്താ കാണിക്കേണ്ടത്? ഇവിടെ നിന്നെടുത്ത ഈ U ഇവിടെ ഉണ്ടത് കാണിക്കണം. അതൊരു ട്രിക്ക് സ്റ്റെപ്പാണ്, ഞാൻ കാണിക്കാം. സോ നൗ ഈ U നേരെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണിക്കാൻ പോകട്ടോ. നൗ U ഈക്വൽ ടു എന്താണ്? V1 പ്ലസ് ഡബ്ല്യു ആണ്. ഇനി എനിക്കിത് ഇവിടെ ഉണ്ടെന്ന് പറയണം, V2 പ്ലസ് ഡബ്ല്യു ഉണ്ടെന്ന് പറയണം. അത് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കിയോളൂ. ഞാനിതിനെ V2 പ്ലസ് V1 മൈനസ് V2 പ്ലസ് ഡബ്ല്യു എന്ന് ഇതാണ്. ഇതൊക്കെ അങ്ങ് ഉപയോഗിക്കാൻ പോകും അവിടെ കേട്ടോ. ഒരു ട്രിക്കി സ്റ്റെപ്പാണ്. നേരെ ഈ U നേരെ V2 പ്ലസ് ഡബ്ല്യു ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ V2 പ്ലസ് എന്ന് പറഞ്ഞാൽ തുടങ്ങി. പക്ഷേ അത് V2 വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ V1ൻ്റെ കൂടെ -V2 ഇട്ടു, അപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ ബാക്കി V1 തന്നെ വന്നോളും. പിന്നെ W ഒക്കെ അവിടെ ഉണ്ടാവും. സോ ദിസ് സ്റ്റെപ്പ് ഈസ് കറക്റ്റ്. ഇനി നോക്കൂ, നമ്മുടെ V1 - V2 എവിടുത്തെ എലമെൻ്റാണ്? Wത്തെ എലമെൻ്റാണ്. W എവിടുത്തെ എലമെൻ്റാണ്? Wത്തെ എലമെൻ്റാണ്. W സബ്സ്പേസ് ആയതുകൊണ്ട് ഈ സമ്മും എവിടുത്തെ എലമെൻ്റാണ്? Wത്തെ എലമെൻ്റാണ്. സോ Wയിലെ ഈ ബ്രാക്കറ്റിലുള്ള സാധനം Wയിലൊരു വെക്ടറാണ് അല്ലേ? ഇത് Wയിലൊരു വെക്ടറാണ്, ഇത് Wയിലൊരു വെക്ടറാണ്. സോ ദിസ് സം ഈസ് ഓൾസോ ഇൻ W. അപ്പോൾ Wയിലെ ഒരു വെക്ടറിനോട് V2 ആഡ് ചെയ്യുമ്പോൾ U കിട്ടുന്നുണ്ടെങ്കിൽ U ബിലോങ്സ് ടു V2 + W എന്ന് പറയാലോ. ദിസ് ഇംപ്ലൈസ് U ബിലോങ്സ് ടു V2 + W. അപ്പോൾ ഞാൻ V1 + W എന്നൊരു U എടുത്തപ്പം ആ U V2 + W ഉണ്ടെന്ന് കിട്ടി. സോ ഇതിൻ്റെ സബ്സെറ്റാണ് അല്ലേ? ഇവിടുന്ന് ഒരു വെക്ടർ എടുത്തപ്പം അത് ഇവിടെ ഉണ്ടെന്ന് കിട്ടി. ഇനി അതേപോലെ തിരിച്ച് ഇവിടുന്ന് ഒരു വെക്ടർ എടുത്താൽ അത് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ട്രൈ അത് നിങ്ങൾ സ്വന്തം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയും സബ്സെറ്റ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു സെറ്റ്സ് ആർ ഈക്വൽ. അപ്പം ഈ റിസൾട്ട് പ്രൂവ് ചെയ്തു. വീഡിയോ ആവശ്യത്തിന് ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ പക്ക കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വീഡിയോ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.